നടൻ ദേവനടക്കമുള്ളവരുടെ സമ്മതം അറിയിച്ചതോടുകൂടി ടി.വി.കെ കേരളത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറും എന്ന ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ടി.വി.കെയുടെ സംസ്ഥാന കോർഡിനേറ്റർ സതീഷ് തോന്നക്കൽ നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരിക്കും കൂടുതൽ ദേവനെ പോലെ സിനിമാ രംഗത്തു നിന്നാണോ കൂടുതൽ ആളുകൾ? സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിൽ നിന്നും മറ്റെല്ലാ വിഭാഗത്തിൽ നിന്നും ആൾക്കാർ ടി.വി.കെയിലേക്ക് വരുന്നുണ്ട്. ദേവനടക്കം എത്ര പേരുമായിട്ടായിരിക്കും 10-ാം തീയതി ചെന്നൈയിൽ ഒരു കൂടിക്കാഴ്ച വിജയ് നടത്തുക? ദേവനുമായിട്ട് ഏകദേശം ഒരു ദേവൻ ചേട്ടൻ ഉൾപ്പെടെ ഒരു 10ഓളം പേരെ ആദ്യം ഫസ്റ്റ് ട്രിപ്പിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അന്ന് തന്നെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അല്ല, അന്ന് ചർച്ചയാണ്. ഇപ്പം ആദ്യം ഞാനൊരു പുള്ളിയെ BJP-യിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞപ്പം നമ്മൾ പോയി ചർച്ച നടത്തി. പുള്ളി അതിന് സമ്മതം പ്രകടിപ്പിച്ചു. ആ വിവരം ചെന്നൈയിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിനി ദേവേട്ടനുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ ശേഷം മാത്രമായിരിക്കും ബാക്കി കാര്യങ്ങൾ. ആരൊക്കെയാണ് 10-ലെ ചർച്ചയിലുണ്ടാവുക? അതിനകത്ത് നമ്മുടെ പ്രിയങ്ക അനൂപ് സിനിമാ താരം, പിന്നെ യമുന റാണി എന്ന് പറയുന്ന ആളുണ്ട്, പിന്നെ നമ്മുടെ ബിജു രമേഷ് വരുന്നുണ്ട്, അങ്ങനെ പിന്നെ ദേവേട്ടൻ, അങ്ങനെ പിന്നെ അല്ലാതെ കുറേ ആൾക്കാർ വരുന്നുണ്ട് പുതിയതായിട്ട്. ഈ ജെൻസിയുടെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പം രാഷ്ട്രീയ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ സിനിമാ രംഗത്തൊക്കെയുള്ള യുവ നടന്മാരോ നടിമാരോ ഒക്കെ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ള യുവജന നേതാക്കൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്ന ആളുകൾ പ്രതീക്ഷിക്കുമോ? അല്ല, ഒരുപാട് ആൾക്കാർ, ഞാനാണ് പറഞ്ഞത്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാടായാലും തൃശ്ശൂരായാലും നമ്മൾ ഇടുക്കി ആയാലും, ഇടുക്കിയിൽ DMK എന്ന് വരെ പല ആൾക്കാരും രാജിവെച്ചിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തായാലും എല്ലാ സ്ഥലത്തുനിന്നും വലിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇതിൻ്റെ പേസ്മെൻറ്റ് വർക്കാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ട് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അടുത്തൊരു ദിവസം ഒരു വലിയൊരു പരിപാടി, ഇപ്പോൾ തിരുവനന്തപുരം അതുമാതിരിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു 10-50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് വിജയെ ക്ഷണിച്ചിട്ട് അത് നടത്താനാണ് തീരുമാനം. എന്തായിരിക്കും ഒരു കേരളത്തിൽ വെക്കുന്ന ഒരു മുദ്രാവാക്യം? എന്തായിരിക്കും? ജനകീയ, നമ്മൾ ചാരിറ്റി, അത് പാവപ്പെട്ട ആൾക്കാരെ ഏറ്റെടുക്കും, ജനകീയമായി അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആയിരിക്കും വിജയുടെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങുന്നത്. കുറേയേറെ സങ്കീർണമായ സാഹചര്യത്തിൽ കൂടിയായിരിക്കും പാർട്ടിയുടെ മുമ്പോട്ടുള്ള പോക്ക്. സംസ്ഥാനത്ത് 2 സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ വിവാദങ്ങളുള്ള കുറേയേറെ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്നതാണ് ടി.വി.കെ ആഗ്രഹിക്കുന്നതെന്നാണ് ടി.വി.കെയുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സതീഷ് പറയുന്നത്. മുല്ലപ്പെരിയാറൊക്കെ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന മറ്റൊരു വലിയ പ്ലാറ്റ്ഫോമായി ഇത്തരമൊരു കൂട്ടായ്മ മാറും എന്ന ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ അഭിജിത്തിനൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.